നമസ്കാരം. ഒരു ആരോഗ്യ ഇൻഷുറൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ പറ്റത്തില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 12,000 രൂപ, 10,000 രൂപ, 20,000 രൂപ, 30,000 രൂപ, 40,000 രൂപ, അങ്ങനെ പല എമൗണ്ട് വെച്ചിട്ട് നമ്മൾ വർഷം തോറും പ്രീമിയം അടച്ചാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. ആ ഒരു കാലഘട്ടമൊക്കെ മാറി. നമുക്കിപ്പോൾ പ്രതിമാസം അടച്ചുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് പരിരക്ഷ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓർക്കുക, നമുക്ക് 50, 60, 70 ലക്ഷം വരെയൊക്കെ ചിലവാകുന്ന പല രോഗങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ മുമ്പുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്ന് നമുക്കൊരു 10, 15, 12 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ചിലവാകേണ്ട സാഹചര്യം വന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടും? നമുക്ക് ആ ഒരു ഫുൾ എമൗണ്ട് നമുക്ക് അതിന് കവറേജ് ആയിട്ട് കിട്ടും. അപ്പം നമുക്കവിടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതില്ലാത്ത ഒരാളുടെ അവസ്ഥ ആലോചിക്കുക. പിന്നെ മെയിനായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേജറായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് തരത്തില്ല? ഹെൽത്ത് ഇൻഷുറൻസ് തരത്തില്ല. പ്രത്യേകിച്ച് സ്ട്രോക്ക് വന്ന ഒരാൾക്ക്, ഹാർട്ട് സംബന്ധമായിട്ട് അസുഖമുള്ള ആൾക്ക്, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്ക്, അതുപോലെ തന്നെ നമുക്ക് വാതരോഗം, ക്യാൻസർ, അൽഷിമേഴ്സ്, വെള്ളപ്പാണ്ട്, ഇതൊന്നും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാത്ത മെയിനായിട്ടുള്ള അസുഖങ്ങളാണ്. വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. പക്ഷേ അതേസമയം നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ്, സീനിയാരിറ്റിയൊക്കെ ആയതിനു ശേഷമാണ് ഈ ഒരു അസുഖങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്ന സംഭവങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ അതിൽ കവറേജ് കിട്ടും. നിലവിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യമുള്ളൂ: സ്റ്റാർ ഹെൽത്ത്. ഇനി എന്തൊക്കെ നെഗറ്റീവ് ഏതൊക്കെ സൈഡിൽ വന്നു കഴിഞ്ഞാലും ഒരു കമ്പനിയുടെ ഉയർച്ചയെ തകർക്കാനായിട്ട് പല ഇൻഷുറൻസ് മേഖലയെ ശ്രമിക്കും. സ്റ്റാർ ഹെൽത്താണ് ഇന്ത്യയിലെ നമ്പർ 1 ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി. 20 വർഷത്തിലേറെ പാരമ്പര്യം ഉണ്ട്. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മേഖല മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പം, നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, സ്റ്റാർ ഹെൽത്ത് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 1, 5,000 രൂപ, ഒരു 10 ലാഖിൻ്റെ കവറേജാണ് ഞാൻ പറയുന്നത്. 5 ലക്ഷം മുതൽ 2 കോടി വരെ കവറേജ് ഉണ്ട്. അതായത് 5 ലക്ഷം മുതൽ 2 കോടി വരെ നമുക്ക് എന്തുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജസ് ഉണ്ട്. അതിലൊരു 10 ലക്ഷത്തിൻ്റെ കവറേജ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർ ഹെൽത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തരുന്നു അത് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ്, നമുക്ക് 5,000 രൂപ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് സ്റ്റാർ ഹെൽത്ത് തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ടോ മെഡിക്കൽ ചെക്കപ്പിന്? അപ്പോൾ 5,000 രൂപ നമുക്ക് മെഡിക്കൽ ചെക്കപ്പിന് എല്ലാ വർഷവും കിട്ടും. ഇപ്പോൾ കുടുംബത്തിലുള്ള 2 പേർക്ക് ഫുൾ ബോഡി ബ്ലഡ് ചെക്കപ്പ് അടുത്തുള്ള ലാബിലോ ഹോസ്പിറ്റലിലോ പോയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ടെസ്റ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹെൽത്ത് ചെക്കപ്പിന് പുറമേ തന്നെ കമ്പനി വേറെ ഒരു ഇൻഷുറൻസ് കമ്പനി ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, മെറ്റേണിറ്റി ഇൻബിൽഡായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി സ്റ്റാർ ഹെൽത്ത് മാത്രമാണ്. സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസിയിലാണ് ഈ ഒരു മെറ്റേണിറ്റി ഇൻബിൽഡായിട്ട് കൊടുക്കുന്നത്. അതായത് ഡെലിവറിക്ക് മാത്രം നമുക്ക് 1 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരാൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡെലിവറി കവറേജും കൂടെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 12,000 രൂപ, 16,000 രൂപ, 20,000 രൂപയൊക്കെ ചിലപ്പം നമുക്ക് എക്സ്ട്രാ കൊടുക്കുന്നു. ഇവിടെ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസിക്കകത്ത് ഇൻബിൽഡാണ് നമുക്ക് അതായത് സമ്മഷ്യൂറിൻ്റെ 10% എന്ത് കിട്ടും? നമുക്ക് ഡെലിവറി കവറേജായിട്ട് കിട്ടും. ഇതൊക്കെ സ്റ്റാർ ഹെൽത്ത് മാത്രമാണ് കൊടുക്കുന്നത്. ഹെൽത്ത് ചെക്കപ്പ് അതണക്കുന്ന മെറ്റേണിറ്റി ഇൻബിൽഡായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി. അതിന് പുറമേ തന്നെ സ്റ്റാർ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഹോം ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നഴ്സുമാർ, ഡോക്ടർമാർ നിങ്ങളെ വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഫെസിലിറ്റി സ്റ്റാർ ഹെൽത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടറെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് സംസാരിക്കാനും സാധിക്കും. അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കും, എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട, എന്നാൽ നമുക്ക് മെഡിസിൻ കാര്യങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഡോക്ടറെ വിളിച്ച് ഫ്രീ ടെലികാളിംഗ് ആണ്. നമുക്ക് ഏത് ഫിസിഷ്യനാണോ കണക്ട് ചെയ്ത് സംസാരിച്ചിട്ട് നമുക്ക് മെഡിസിനും കാര്യങ്ങൾക്കും വാട്സപ്പ് ത്രൂ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റി സ്റ്റാർ ഹെൽത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഹോസ്പിറ്റലിൽ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഫ്യൂച്ചറിൽ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000, 12,000, 10,000, 30,000 വരെയൊക്കെ കൊടുത്താൽ മാത്രമേ ഒരു ഇൻഷുറൻസ് തുടങ്ങാൻ പോലും പറ്റത്തുള്ളൂ. ആ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് മാറി. ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് മാസം വെറും 599 രൂപ അടച്ചുകൊണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതും നമുക്ക് 3 വർഷത്തേക്ക്
സാധാരണ നമ്മൾ വർഷം തോറും പ്രീമിയം അടച്ച് പുതുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 3 വർഷത്തേക്ക് നമ്മൾ മന്ത്ലി അടവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്ക് 2 വർഷം കൊണ്ട് എന്ത് ചെയ്യാം, മാസം അടച്ച് നമുക്ക് അടവുകൾ തീർക്കുകയും ചെയ്യാം. അവസാനത്തെ 1 വർഷം നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കേണ്ട. അതായത് നമ്മൾ 3 വർഷത്തെ എമൗണ്ട് നമ്മൾ 2 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്നു. അപ്പോൾ ഒരു 599 രൂപ 700 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അതാണെങ്കിൽ ഫാമിലിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 1200 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. എല്ലാ ഫാമിലിക്കും പറ്റുന്ന കാര്യമാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എന്തൊക്കെ പൈസ പല കാര്യങ്ങൾ കളയുന്നു. ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുക. അതിൻ്റെ ഒരു ആവശ്യകത ഉറപ്പായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അത് നമ്മൾ പോളിസി എടുത്ത് പിറ്റേ ദിവസം തൊട്ട് ആക്സിഡൻറ്റ്, ഫ്രാക്ചറ്, പാമ്പ് കടി, ഷോക്ക് ഏൽക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് കിട്ടുന്നു, പോളിസി എടുത്ത് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ക്ലെയിം കിട്ടി തുടങ്ങും. ശ്രദ്ധിക്കുക, ഇൻസിഡൻറ്റിനാണ്. ആക്സിഡൻറ്റ്, ഫ്രാക്ചർ, പാമ്പ് കടി, ഷോക്ക് ഏൽക്കുക. അതുപോലെ തന്നെ നമ്മൾ അഡ്മിറ്റ് ആവുന്ന അസുഖങ്ങൾക്കെല്ലാം പോളിസി എടുത്ത് 30 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കതിന് കവറേജ് കിട്ടി തുടങ്ങും. അപ്പോൾ ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സ്റ്റാർ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാർ ഹെൽത്ത് 24 പുറത്ത് ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജസ് ഉണ്ട്. അപ്പം നമുക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ള ചൂസ് ചെയ്യുക. അതിൽ ഏറ്റവും നല്ല നമ്പർ 1 ആയിട്ട് ഇരിക്കുന്ന സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പോളിസി, അതോടൊപ്പം തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസി. ഈ അഷ്വർ പോളിസിയിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താണ് മെറ്റേണിറ്റി ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ പോലും ഹെൽത്ത് അഷ്വർ നല്ലൊരു പോളിസിയാണ്. അത് മാക്സിമം അതിൽ പല കാര്യങ്ങളും നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയും പ്രൊവൈഡ് ചെയ്യാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫുള്ള് ക്യാഷ്ലെസ് ആണ്. കണക്റ്റഡ് ആയിട്ട് സ്റ്റാർ ഹെൽത്ത് ഓൾമോസ്റ്റ് 20,000+ ഹോസ്പിറ്റൽ ഇന്ത്യയിൽ തന്നെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെല്ലാം നമ്മുടെ ഇതിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഉദാഹരണമാണ് സ്റ്റാർ ഹെൽത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് മാസം 599 രൂപ അടച്ചുകൊണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അതും അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉൾപ്പെടെ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 3 വർഷത്തേക്ക് ഒരു 60,000 രൂപ പ്രീമിയമാണ് വരണമെന്ന് വിചാരിക്കുക. 20,000 വെച്ച് കൂട്ടിക്ക് ഒരു ഫാമിലിക്ക്. അപ്പോൾ നമ്മൾ മാസം ഒരു 1200 1400 അടച്ച് നമ്മൾ മന്ത്ലി അടവിൽ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഫാമിലിക്ക്. ഒരു 1600 ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഒരു മാസം അടച്ചിരിക്കുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ വന്നെന്ന് വിചാരിക്കുക. ഒരു 10,000, 40,000, 50,000 ബില്ല് വന്നു, അല്ലെങ്കിൽ 1,00,000 രൂപ ബില്ല് വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. എത്ര തവണ വേണമെങ്കിലും ഒരു വർഷം ക്ലെയിം ചെയ്യാം. ഇനി 10 lakhൻ്റെ കവറേജ് ആണെങ്കിൽ 10 lakh എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കിട്ടും. അപ്പോൾ അത്രയും നല്ല ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. ഇത് പണ്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ വന്നിട്ട് 1 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക. പ്രൈവറ്റായിട്ട് നിങ്ങളൊരു ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പായിട്ട് എടുത്തു വയ്ക്കാം. നമുക്ക് ഏതൊരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും ധൈര്യമായിട്ട് നമുക്ക് ചെല്ലാം. ഒരു 10 lakhൻ്റെ പോളിസി എടുക്കുമ്പോൾ സം അഷ്യൂർഡിൻ്റെ 1% നമുക്ക് റൂം റെൻറ്റ് കിട്ടുന്നുണ്ട്. റൂം റെൻറ്റ് എന്ന് പറയുമ്പോൾ 10,000 രൂപയുടെ റൂമിന് മാത്രം കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ പെർ ഡേ ആണ് കിട്ടുന്നത്. ഒരു 5 ദിവസം അഡ്മിറ്റ് ആവണമെങ്കിൽ അവിടെ 50,000 രൂപ വേണം. അല്ലെന്നുണ്ടെങ്കിൽ 8,000 റൂം എന്ന് പറയുമ്പോൾ നല്ലൊരു ഏതൊരു ഹോസ്പിറ്റലും വലിയ ഹോസ്പിറ്റലും വേണം നമുക്ക് എന്ത് കിട്ടും? നല്ലൊരു AC റൂം എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു ഇൻഷുറൻസ് കവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു നല്ല റൂം എടുക്കണമല്ലോ. അല്ല നമ്മൾ വാടിക്കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാം അവിടെ കവറേജിൽ കിട്ടും. അപ്പോൾ ഇനിയും വെച്ച് താമസിക്കാതെ നിങ്ങൾ നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക. എൻ്റെ പേര് അജീഷ്. ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലെ എംപ്ലോയിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് ഞാൻ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അതായത് നിങ്ങളുടെ ഫാമിലി ബേസിൻ്റെ ഏജ് ബേസും വെച്ചിട്ട് ഒരു നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. നമുക്ക് മാസം 599 രൂപ മുതൽ ഒരു ഇൻഡിവിജ്വലിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കി നിങ്ങളെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മന്ത്ലി എത്ര അടവിൽ അത് എടുത്തുകൊണ്ട് പോകാമെന്നുള്ള ആ ഒരു എമൗണ്ട് നോക്കി നമുക്ക് കണക്കാക്കിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സാഹചര്യം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഇനി എടുക്കാനായിട്ട് ആരും വെച്ച് താമസിക്കേണ്ട. ഓർക്കുക, എന്തെങ്കിലും അസുഖം വന്നു പോയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടാനുള്ള ചാൻസേ ഇല്ല. മേജറായിട്ടുള്ള അസുഖങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നേരത്തെ തന്നെ എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ഞാൻ ഓഫറിൽ എടുത്തു തരാം. ഓക്കെ, താങ്ക് യു.